ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഞങ്ങൾ വാഗമണ്ണിലേക്കാണ് ഇപ്രാവശ്യം പോയത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് വാഗമൺ. പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ വാഗമണ്ണിൽ ഇതിന് മാത്രം എന്ത് കാണാനിരുന്നിട്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതെന്ന്. പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ വാഗമണ്ണ്. കെട്ടിച്ചു വിട്ടതിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത്തരം ഒരു വികാരമാണ് ഞങ്ങൾക്ക് വാഗമണ്ണിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഭയങ്കര നമ്മുടെ സ്വന്തം ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു ഫീലിങ്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിരുന്നു വീട്ടിൽ നിന്ന്. ശനിയാഴ്ച ദിവസമാണ് പോയത്. സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നുകൊണ്ട് അവധിയായിരുന്നു. അങ്ങനെ രാവിലെ ഇറങ്ങി ഞങ്ങൾ 8:30-9 മണിയോളം അടുത്തൊക്കെ ആയപ്പോഴത്തേക്കും വാഗമണ്ണെത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ആദ്യമേ മൊട്ടക്കുന്നിലേക്കാണ് വന്നത്. 9:30-ക്കാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് എത്തിയത്. പിന്നെ അവർ ഓപ്പൺ ചെയ്യുന്നവരവിടെ നിന്ന് വെയിറ്റ് ചെയ്ത്. വേറെ കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലേക്ക് മൊട്ടക്കുന്നിലേക്ക് കയറി. ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ വാഗമണ്ണിലൊന്നും പോകുന്ന സീസൺ ടൈമൊന്നുമല്ല, തണുപ്പിൻ്റെ ഒരു സമയമൊന്നുമല്ല. എന്തായാലും നമുക്ക് പോകണം എന്നൊരാഗ്രഹം തോന്നിയപ്പോൾ അങ്ങ് പോയതാണ്. മൊട്ടക്കുന്നിൻ്റെ ആ ഏരിയയിൽ കൂടെ ഒന്ന് നടക്കാൻ മേലാത്ത പോലെ ചൂടും ഒക്കെ ആയിരുന്നു. ആ മൊട്ടക്കുന്ന് കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, പച്ചപ്പൊക്കെ വളരെ കുറവാണ്. പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ അവിടെ നിൽക്കുന്നവരും അത്രയും ക്ഷീണിച്ചേ തിരിച്ചിറങ്ങത്തുള്ളൂ. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ടും ഫസ്റ്റ് പ്ലേസ് അതായിരുന്നതുകൊണ്ടും പിള്ളേർക്കും നമുക്കൊന്നും വലിയ മടുപ്പില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഇത് നേരത്തെ ഇല്ലായിരുന്നു. ഈയിടെ എന്തോ കൊണ്ടുവന്നതാണിത്. അതെന്തായാലും നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്നും ഇരുന്നും ഒക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കയാക്കിങ്ങും സിപ്പ് ലൈൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും യൂസ് ചെയ്തില്ല. പൊതുവേ എനിക്കിതൊക്കെ ഇച്ചിരി പേടിയാണ്. ഹൈറ്റിലിങ്ങനെ റോപ്പയിലൊക്കെ പോകാൻ പൊതുവേ എനിക്ക് ഇച്ചിരി പേടിയുള്ള ആളാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ഈ ഒരു പ്ലേസ് മൊട്ടക്കുന്നിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഈ രണ്ട് സൈഡിലും ഈ ചെടികൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര മനോഹരമായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ചൂട് ഒരുപാട് കൂടുതലായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സമയമൊന്നും മൊട്ടക്കുന്നിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ വെളിയിൽ ഇറങ്ങി മാങ്ങായും പൈനാപ്പിളും ഒക്കെ വാങ്ങിക്കാതെ എന്ത് പരിപാടി. അങ്ങനെ മാങ്ങായും പൈനാപ്പിളും ഒക്കെ ഉപ്പും മുളകും ഇട്ടതൊക്കെ വാങ്ങിച്ച് അതുമൊക്കെ കഴിച്ചേച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ പൈൻ വാലിയിലേക്കാണ് അടുത്തത് പോയത്. പൈൻ വാലി നമുക്ക് എത്ര ചൂടത്തും പോയിരിക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അതായത് നമുക്ക് ആ ചൂട് അകത്ത് അറിയത്തേയില്ല. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് അകത്ത്. ഇത്രയും മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നതിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. നേരത്തെയൊക്കെ ഫോട്ടോസ് 100-300 രൂപയ്ക്കൊക്കെ നമുക്ക് ഫാമിലി ഫോട്ടോ ഒക്കെ അവരെടുത്ത് തരുമായിരുന്നു. ഇപ്പം ഒരു ഫോട്ടോയ്ക്ക് 800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങളതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് കണ്ട് കെട്ടിക്ക് പോന്നു. പൈൻ വാലിയിൽ ഞങ്ങൾ കുറച്ചേറെ നേരം സ്പെൻഡ് ചെയ്യും. അതെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോൾ വലിയ ചൂടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ കുറേ നേരം ഇരിക്കുകയും വീഡിയോസൊക്കെ എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു പൈൻ വാലിയിലത്തെ ആ ഒരു സമയം. പിന്നെ
പൈൻ വാലിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലൂസിഫർ ചർച്ചിലേക്കാണ്. ഞങ്ങളവിടെ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയപ്പം അവിടെയുള്ളൊരു ചേട്ടനാണ് പറഞ്ഞത് ഇന്ന പോലൊരു ലൂസിഫർ ചർച്ച്, മറ്റേ ലൂസിഫർ ഫിലിം ഷൂട്ട് ചെയ്ത ചർച്ച അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് ഓർത്തു. മൊട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്ററോളം വരും ഈ ലൂസിഫർ ചർച്ചിലേക്ക്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് എന്നാണ് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. ഞങ്ങളത് വഴി തെറ്റി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി പിന്നെ തിരിച്ച് ആരോടൊക്കെയോ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇത് കുറച്ചും കൂടെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു ഈ ചർച്ചെന്നും. പിന്നീട് ഈ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം പൃഥ്വിരാജും മറ്റോ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് റിനോവേറ്റ് ചെയ്തതെന്നൊക്കെയാണ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത്. ഇത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഈ ചർച്ചൊരു നമുക്കൊരു എന്താ പറയുന്നത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ചർച്ചാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ശവക്കലറയും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ. പിന്നെ മൊത്തത്തിൽ ഒരു എനിക്ക് പേഴ്സണലി ഒരു പേടിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് പൊതുവെ ഇച്ചിരി പേടിയൊക്കെ കൂടുതലുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കാണുകയും ഒക്കെ ചെയ്തു. കുറച്ചേറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഞായറാഴ്ചകളിൽ മാത്രം ഒരു കുർബാനയോ മറ്റോ ഉള്ളൂ, അല്ലാതെ വേറെ ഇടദിവസങ്ങളിൽ കുർബാനയോ അങ്ങനെയൊന്നുമില്ല. മരം ഒരു വെറൈറ്റി മരമായിരുന്നു കേട്ടോ. അതിലൊരു ഇല പോലും ഇല്ല, പക്ഷെ അതിൻ്റെ ഒരു നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി വാഗമണ്ണിലേക്ക് ജസ്റ്റ് മൊട്ടക്കുന്നും പൈൻ വാലിയും മാത്രം കാണാൻ വരുന്നവർ ഇതും കൂടെ വന്നൊന്ന് കണ്ടു പോകുന്നതായിരിക്കും നല്ലത്. അവിടുന്ന് നേരെ ഞങ്ങൾ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് പോയത്. നെസ്റ്റ ഹോളിഡേയ്സ് എന്നാണ് ഇതിൻ്റെ റിസോർട്ടിൻ്റെ നെയിം. അത്യാവശ്യം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റൂമുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ. അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമാണ്. വലിയ ചാർജൊന്നും അവർ ഈടാക്കുന്നില്ല. 2700 മറ്റാണ് ഞങ്ങളെടുത്ത റൂമിൻ്റെ ചാർജ്. അതിൻ്റെ എൻട്രൻസാണ് ഈ കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഊഞ്ഞാലിൽ ഇരുന്ന് ആടുകയും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് വരുന്ന ഒരു വഴി മാത്രമാണ് ഇത് ഇച്ചിരി പ്രശ്നം. റോഡ് ഇച്ചിരി മോശമാണ്. അതുമാത്രമായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നത്. പിന്നെ തൊട്ടടുത്ത് കടകളില്ലാത്തതും, കടകളുണ്ട്, നമ്മൾ ഈ റോഡ് മോശമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ കടകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മളെടുത്ത റൂം. 4 പേരുടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. ഒരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഓപ്പൺ സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളും 4 കസേരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരംസ് ബോർഡും അതിൻ്റെ കോയിൻസും ഒക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ. അത്യാവശ്യം ബേസിക് ഫെസിലിറ്റീസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ക്യാനും നമുക്ക് മറ്റേ പ്ലേറ്റും ഗ്ലാസും എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കഴുകാനുള്ള സ്പേസും താഴെ ഒരു കിച്ചണുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കുകയോ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചൺ. അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ചായ ഇടുകയോ കാപ്പി ഇടുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇത് റിസോർട്ടിന് താഴെയായിട്ട് ഒഴുകുന്ന ഒരു അരുവി പോലത്തെ സെറ്റപ്പാണ്. നമുക്കവിടെ പോയി നിന്ന് കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഒരു രണ്ടൊക്കെ അവിടെ തുണി ഒക്കെ അലക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ സോപ്പും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളം, നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനും കുളിക്കാനും ഒക്കെ തോന്നുന്ന ടൈപ്പ് വെള്ളമായിരുന്നു. ആദ്യം ചെന്നിട്ട് കുട്ടപ്പായ്ക്കും കുട്ടായ്ക്കും ഒക്കെ തണുപ്പാണെന്നും പറഞ്ഞ് ഇറങ്ങാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഇറങ്ങി കുളിച്ചാണ് തിരിച്ച് കയറിയത്. ഇതിപ്പോൾ വെള്ളം കുറവുള്ള സമയമായതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. വെള്ളം കൂടുതലുള്ളപ്പോൾ നമുക്ക് അത്യാവശ്യം നീന്തി കുളിക്കാനുള്ള അത്രമാത്രം വെള്ളം കാണുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. ഈ യാത്രയും ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു.